എങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ കുറച്ച് കേക്ക് ഡിസൈൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ. ഒരു 2 ടയർ കേക്ക്, ഒരു 1 kg വെച്ച് 2 കേക്ക് അങ്ങനെയായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2 kg ഒരു എൻഗേജ്മെന്റ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സ് ഇതേപോലെ വൈറ്റ് വെച്ചിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ട് കേക്ക് സെറ്റ് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു റെഫറൻസ് പിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ റെഫറൻസ് പിക്കിൽ സെയിം ഫ്ലവേഴ്സ് ഒന്നും കിട്ടിയില്ല. നമ്മൾ കിട്ടിയ ഫ്ലവേഴ്സ് കസ്റ്റമർ ഓക്കെ ആയതുകൊണ്ട് ആ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ ആ ഷുഗർ ബോൾസ് ഇങ്ങനെ നമുക്ക് എറിഞ്ഞു കൊടുത്താൽ കറക്റ്റ് ആ ഒരു ഫ്ലവറിന്റെ ഇങ്ങനെ നടുക്കായിട്ട് വരത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വിരലൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു നനവ് വെച്ചിട്ട് ഇതേപോലെ ഷുഗർ ബോൾസ് ഒട്ടിച്ചു കൊടുത്തു. അത് നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കേക്കിന്റെ ആ ഒരു ഷുഗർ ബോൾസ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ മോടെ ബർത്ത്ഡേക്ക് വേണ്ടിയായിരുന്നു. അവൾ നല്ല ഫോണ്ടൻ വർക്കൊക്കെ ഉള്ള ഒരു കേക്കിന്റെ റെഫറൻസ് പിക്ക് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. 2 ടെഡി ബിയറും ഒരു റെയിൻബോയും ഒക്കെ വെച്ചിട്ടുള്ള. പിള്ളേരെ പറ്റിക്കുന്ന നമ്മുടെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ഫോണ്ടൻ വർക്ക് എല്ലാം എടുത്ത് മാറ്റി ഞാൻ അതെല്ലാം അങ്ങ് പ്രിന്റിലാക്കി സെറ്റ് ചെയ്തു. പക്ഷേ കേക്ക് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കുട്ടാപ്പി ആകെപ്പാട് പ്രശ്നമായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാഞ്ചോ കേക്ക് ആയിരുന്നു. അപ്പോൾ കേക്ക് നല്ല കൂളായിട്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗണാഷ് ഒഴിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് ട്രൈ ആയിപ്പോയി. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് നമ്മൾ കേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ 3 കേക്ക് ഡിസൈൻസിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.